മഞ്ജു വാര്യരുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. വേറെ ഐ ഡി വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ് അവർ പറയുന്നു നിന്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ട് എന്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. അപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കെതിരെ അപവാദം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ട്. അവനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവന്റെ പേരാണ് സനൽകുമാർ ശശിധരൻ. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഇവന്റെ പേരിൽ പോലീസുകാരെ കേസ് എടുക്കാത്തത്, സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തത്? ഒരു വട്ടം ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് അതേപോലെ ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടു. പിന്നെ ഇവൻ റിപ്പീറ്റ് ആയിട്ട് മഞ്ജു വാര്യരെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മഞ്ജു വാര്യറും ഇവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ മഞ്ജു വാര്യർ ഇവനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയാണ്, മഞ്ജു വാര്യറെ ആരൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. ഒന്ന് ആലോചിക്കണം, പബ്ലിക്കായിട്ട് ഇവൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇവനിക്ക് എന്തോ കാര്യമായിട്ടുള്ള എന്തോ വിഷയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറയാലോ, ഇവനെ വല്ല മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടിടണം. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസാണ്. കാര്യം വന്നിരുന്ന അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. മഞ്ജു വാര്യർ ഇതിനെതിരെ കേസ് കൊടുത്തതാണ്. ആ സമയത്ത് ഇവൻ എങ്ങാണ്ട് അമേരിക്കയിലും എന്തോ ആയിരുന്നു, അങ്ങനെ മെയിൽ അയക്കുന്നു. അവനിങ്ങനെ നാട്ടിൽ വരാനായിട്ട് പോലീസുകാര് സ്ട്രിക്റ്റ് ആയിട്ട് മെയിലൊക്കെ അയച്ചു. അങ്ങനെയൊക്കെ കുറെ കേസുകളൊക്കെ നടന്നതാണ്. പക്ഷെ അതിനൊരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ കേസ് എങ്ങനെയൊക്കെയോ ഒത്തുതീർപ്പായി. ഇപ്പോഴും ഇവൻ സ്റ്റിൽ ഓരോരോ ഇന്റർവ്യൂവിലും മഞ്ജു വാര്യരെ പറ്റി അനാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ. കണ്ടു. 2019 ഞാൻ കയറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഇപ്പോൾ മഞ്ജു വാര്യരായിരുന്നു അതിൽ നായിക, ഇപ്പോൾ പ്രൊഡ്യൂസറും മഞ്ജു വാര്യരായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എന്റെ ലൈഫ് ശരിക്കും ഒരു വല്ലാത്ത ഇരുളടഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പുറത്തിറങ്ങാത്തതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാനും അവരും തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോഴാണെങ്കിൽ മനസ്സിലാവുന്ന അവർ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ക്ലച്ചസിലാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പുറത്ത് പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു, ഇവരുടെ ലൈഫിന് എന്തോ ത്രെട്ടുണ്ട്, കുറെ ആളുകളുടെ ഇതിലാണെന്ന് തോന്നുന്നു. കയറ്റം എന്ന് പറയുന്ന ഒരു മൂവി എടുത്തത് ഇവനാണ്. മഞ്ജു വാര്യർ ആണ് അതിന്റെ പ്രൊഡ്യൂസർ എന്നാണ് പറയുന്നത്. പുറത്തിറങ്ങിയിട്ട് പോലും ഇല്ല. മഞ്ജു വാര്യർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മഞ്ജു വാര്യർ ഇവൻ തമ്മിൽ പ്രണയത്തിലായത്. അങ്ങനെ മഞ്ജു വാര്യർ ഇവനോട് വിളിച്ചു പറഞ്ഞു എന്റെ ജീവന് ഭീഷണിയാണെന്നൊക്കെ. അങ്ങനെ മഞ്ജു വാര്യർ ഇവനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവൻ വന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ മഞ്ജു വാര്യറിന്റെ പേരിൽ ഇവനെ ആരോ പറ്റിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവൻ മഞ്ജു വാര്യറുടെ വോയിസ് ആണെന്ന് പറഞ്ഞ ഒരു വോയിസ് പുറത്തു വിട്ടായിരുന്നു. ഏതോ ഒരു തമിഴത്തി സംസാരിക്കുന്ന വോയിസ് ആണ്. അത് കേട്ടാൽ തന്നെ അറിയാം ഏതോ ഒരു തമിഴത്തിയാണെന്ന്. ആരോ മഞ്ജു വാര്യറിന്റെ ശബ്ദത്തില് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്, പക്ഷെ പാളിപ്പോയി. ഇവനെ ഇത്രയും നാളും ആരോ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവന് ഈ പൊട്ടന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതേപറ്റി മറുപടി ഉണ്ടാവുക, അന്വേഷണം ഉണ്ടാവുക ചെയ്യുന്നതിന് പകരം എന്നെ ഒരു ദിവസം പോലീസുകാർ വിളിച്ചുകൊണ്ട് പോവാണ്. പോലീസ് എന്ന് പോലും അറിയുന്നില്ല, ഒരു ഇന്നോവ വാൻ, അതും എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ വാൻ പാർശാലയുള്ള എന്നെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ട് എന്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. എനിക്കെതിരെ കേസ് അന്വേഷിക്കുന്നില്ല, വിചാരണ നടക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നീയുമായിട്ട് സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ എന്റെ ലൈഫ് പ്രശ്നത്തിലാവും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. 2025 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അവർ എന്നെ അവിടെ വന്നു, വിമാനം കയറി അവർ വരുന്നത് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലുവയിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്ത് കേസാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ സെൽഫ് ബെയിലിൽ വിടുകയാണ് ചെയ്തത്. ഇതുവരെ ആ കേസിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നിന്റെ പേരിൽ ഇതുപോലെ ആരും നിൽക്കാത്തേന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം എനിക്ക് പിടികിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തോ മാനസികമായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അത് കോടതിക്കും മനസ്സിലായിട്ടുണ്ട്, ഈ പറയുന്ന പോലീസുകാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പുള്ളിക്കാരൻ വായി തോന്നുന്ന എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. ശരിക്കും അതുകൊണ്ടാണ് ഇവനെ പറഞ്ഞു വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്, ഇവനെ നേരെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കുകയാണ് വേണ്ടത്. പ്രോപ്പർ ആയിട്ട് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതാണ് വേണ്ടത്. ഒരു കാര്യം ആലോചിക്കുക, എന്തുമാത്രം ആ മഞ്ജു വാര്യർക്ക് ഇത് എഫക്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ദിലീപുമായിട്ടുള്ള വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ മാനസികാവസ്ഥ വളരെ മോശമായി പോകത്തില്ല ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ. ദിലീപുമായിട്ട് അത്രയും വലിയ വിഷയം നടന്ന സമയത്ത് പോലും മഞ്ജു വാര്യർ പബ്ലിക്കിൽ വന്ന് ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല, ഒന്നും മിണ്ടിയിട്ടുമില്ല. അത്രയും പേഴ്സണൽ ആയിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പുറം ലോകത്തെ ഒന്നും അറിയിക്കാതെയാണ് പുള്ളിക്കാരി നോക്കുന്നത്. അപ്പോ ഇവൻ ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെങ്കിലും ഈ മഞ്ജു വാര്യർ കാര്യം വന്ന് പറയാത്തത് എന്താണ്, എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ രംഗത്ത് വരാത്തതെന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്.
മഞ്ജു വാര്യർ അന്ന് പോലും ഒന്നും പ്രതികരിച്ചിട്ടില്ല, എന്നിട്ടാണ് ഇപ്പൊ ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിൽ അന്വേഷണം നടക്കുന്നില്ല. എന്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്റെ ജീവിതം ആകെ തകർത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പരാതി കൊടുത്തു. ഒരു അന്വേഷണം നടക്കുന്നില്ല. എന്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള കേസ് സത്യസന്ധമാണെങ്കിൽ എന്നെ പിടിച്ച് അകത്തണം, വിചാരണ ചെയ്യണം, അറസ്റ്റ് നടപടികളുണ്ടാവും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ കള്ള കേസ് എടുത്തിട്ട് എന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ നാണമില്ല ഇയാൾക്ക് ഇറങ്ങി ഇങ്ങനെ പറയാനായിട്ട്? ആഭ്യന്തര മന്ത്രിക്ക് വരെ പരാതി കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഇയാളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. അവരെ എന്നിട്ട് ഈ ആൾമാറാട്ടത്തിന് കേസ് എടുക്കണം. ചുമ്മാ വന്നിരുന്ന ഒരു ബോധവും ഇല്ലാണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുവാണ് പുള്ളിക്കാരൻ. പബ്ലിക്കിന്റെ നോട്ടീസിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആകെ കൂടി എഴുതുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിന്റെ റീച്ച് വളരെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും പത്രങ്ങളായാലും ഇത് നോട്ട് ചെയ്യാതെ പോകുന്നു, സർക്കാർ ഇത് ഏറ്റെടുക്കാതെ പോകുന്നു. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ലൈഫ് ഒരുതരം എന്താ പറയുന്ന ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ദയവ് ഇതിനെ ഒരു പബ്ലിക് ഡിസ്കഷനാണ്. എനിക്കെതിരെ അതെ കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ഇതെന്ന് പറയുന്നത് ആ കേസെല്ലാം കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിനകത്ത് ഒപ്പ് പോലും കള്ളക്കേസാണ്. 164 എടുത്തിരിക്കുന്നത് പോലും ഫോർജറി ഡോക്യുമെന്റ് എന്നാണ് എന്റെ പരാതി. അപ്പൊ ഇത് അന്വേഷിച്ചാലേ അറിയാവൂ. ഞാനൊരു പരാതി പറയുമ്പോൾ അത് അന്വേഷിക്കണം. അതല്ലെങ്കിൽ തന്നെ ഇതിന് സത്യമുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിചാരണ നടപടികൾ നടക്കുന്നില്ല? 2022 കേസ് വളരെ ഫ്രഞ്ചായ കേസ്. ഇതുവരെയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. 2025 എനിക്ക് രണ്ടാമത്തെ കേസിന് ഒരു അന്വേഷണം നടക്കുന്നില്ല. അപ്പോ ഇതിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുന്നേ ഒരു വോയിസ് ക്ലിപ്പ് മഞ്ജു വാര്യരുടെ ആണെന്നും പറഞ്ഞല്ലോ, പക്ഷെ അത് കേട്ടാൽ മനസ്സിലാവും മഞ്ജു വാര്യരുടെ അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ പുള്ളിക്കാരൻ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ പറയുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് നോക്കിയാൽ മതി, അത് മഞ്ജു വാര്യർ തന്നെയാണെന്ന്. ഇയാൾ കുറെ പ്രാവശ്യം പറയുന്നുണ്ട് കേസ് കേസ് കേസ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയെ വന്ന് പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുന്നതിന്റെ എക്സ്ട്രീം ലെവലാണിത്. റിലേഷൻഷിപ്പിലാണെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതും ഇത്ര എന്ത് പറയാൻ, ഈ പൊട്ടനെയൊക്കെ ആര് സ്നേഹിക്കാന്? ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഇയാളുടെ ഒരു പടത്തിൽ മഞ്ജു വാര്യർ അഭിനയിച്ചു. ഇപ്പം ഡയറക്റ്റ് മഞ്ജു വാര്യറെ വേണമെങ്കിൽ ഇയാൾക്ക് വിളിച്ച് ചോദിക്കാൻ, പോയി കാണാം, ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ നേരിട്ട് പോയി ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇയാൾ അതൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് വന്ന ആ സ്ത്രീയെ അപമാനിക്കുകയാണ്. മനസ്സിലാവും ഇതിനകത്ത് ഈ കേസിൽ കാര്യമില്ല, കള്ളക്കേസാണ്. അത് മാത്രമല്ല എന്റെ ഈ സിനിമയെ പറ്റി ഇപ്പോഴും യാതൊരു ചർച്ചയില്ല. ഈ സിനിമ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അതെ, ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടി എനിക്ക് എന്റെ ഒരു കോസ് മനസ്സിലാക്കിയിട്ട് ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം എന്നാണ് അവർ പറയുന്നത്. അല്ല എന്നെ സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയല്ല പറയുന്നത്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുതുല്യരായ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇല്ല ഇല്ല ഞങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇത് സത്യത്തിൽ ഇത് ഞാൻ അവരുടെ സിനിമ ഡയറക്ട് ചെയ്ത ആളാണ്. ഞങ്ങൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. പക്ഷേ ഞങ്ങൾ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിന്റെ പേരിൽ. അതാണ് ഇതാണ് ജെന്യൂൻ ആയിട്ട് ചോദ്യം. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് ഞാൻ പറയുന്നത്. അല്ല, അവർ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ പറയുന്നത് ഇവർ സ്വതന്ത്രമായിട്ട് ഒരിടത്തും ഒരു പ്രസ്താവന നടത്താനോ നടത്തിയിട്ടില്ല എന്നത് നടത്താനുള്ള അവസ്ഥയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തെറ്റായ കള്ള വാർത്തകളും കഥകളും പ്രചരിപ്പിച്ചിട്ട് ഈ യഥാർത്ഥ വസ്തുത പുറത്തു വരാതെ മൂടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കേട്ടില്ലേ, മഞ്ജു വാര്യറെ കാണാൻ സമ്മതിക്കുന്നില്ല, മഞ്ജു വാര്യറുമായിട്ട് കോണ്ടാക്ട് ഇല്ല ഇപ്പം. എന്നിട്ട് വന്നിരുന്ന് ഇങ്ങനെ നിരാശാ കാമുകനെ പോലെ വന്നിരുന്ന് സംസാരിക്കുക. എന്ത് പറയാൻ, ഇവന് നാണവും മാനവും ഉണ്ട്. ഇവൻ ന്യൂസ് 18 ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം. എന്തായാലും അതിനകത്ത് എന്താണ് ഇവൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പോഷൻ മാത്രമേ ഞാനത് വെക്കുന്നു. മഞ്ജു വാര്യറുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. വേറെ ID വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അവർ പറയുന്നു നിന്റെ ലൈഫിൽ ഇനി വേറെ ആള് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക്. മഞ്ജു വാര്യർക്ക് വല്ല തലയ്ക്ക് അസുഖമുണ്ടോ? ഇവന്റെ ഒക്കെ ഫോണിൽ വിളിച്ചിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനും എനിക്ക് വേറെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് ഇവൻ ആരാണ്? അത് മാത്രമല്ല ഈ പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ചതുമാണ്. എന്നിട്ടാണ് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഈ മഞ്ജു വാര്യർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരിക്കും ഇവന്റെ സിനിമയിൽ പോയി അഭിനയിച്ചത്. 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനും ഇവരുമായിട്ട് കോൺടാക്റ്റിലുണ്ട് എന്ന് അറിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. ഒന്നാമത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമില്ല. ഈ പുറത്തുവിട്ട ഓഡിയോയ്ക്കകത്ത് മഞ്ജുവിന്റെ ശബ്ദമല്ല. ഇല്ല കാര്യം അതിനകത്ത് സ്പെസിഫിക് പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. സാനലു ഈ പറയുന്നത് പൊട്ടത്തരമാണ്, ഇയാൾ ഇങ്ങനെ ഇത് ഞാൻ എന്റേതല്ല എന്ന് ഒരു വരി അവർ പറഞ്ഞിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഓർഗനൈസ്ഡ് സെക്ഷൽ ഒഫൻസസ് നടന്നിട്ടുണ്ട്. അല്ല, മോഹൻലാലിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടാം, അയാളല്ലാന്ന് പറയാം. കുറെ കാലം വലിയ പ്രചരണം ഉണ്ടായിരുന്നത് ഞാൻ മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിലാണ്, ഹലൂസിനേഷനിലാണ് നടക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ലൈഫിന് ത്രെട്ടുണ്ട്.
റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലേ, അക്കൗണ്ടബിലിറ്റി ഇല്ലേ സർക്കാരിനും പോലീസിനും? ഒന്ന് ആലോചിക്കുക, ഇയാൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇയാൾക്ക്. ഒന്ന് ആലോചിച്ച് വെക്കുക, ഒരു കാര്യം തന്നെ എത്ര നാളായി ഈ പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ആരോ ഇയാളെ പറ്റിക്കുന്നുണ്ട് നല്ല രീതിയിൽ, അല്ലെങ്കിൽ വല്ല മാനസിക അസുഖമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർ ഒന്നെങ്കിൽ കോടതിയെ സമീപിച്ചിട്ട് ഇയാളുടെ പ്രശ്നം എന്താണെന്ന് പിന്നെ അത് പരിഹരിക്കാൻ നോക്കണം. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, കോടതിയിൽ പോയി കേസ് കൊടുക്കണം. എന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇനിയും ഇയാൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ പേരല്ലേ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ ഈ ഒരു പേരല്ലേ പോകുന്നത്. എന്നാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണാം.